താഴെ വീണ് കാലപ്പഴക്കം വന്നൊരു കൊച്ചങ്ങയാണ് കേട്ടോ ഇന്ന് കൈ കിട്ടിയത്. അങ്ങനെ അതിൻ്റെ ചെളിയൊക്കെ ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്തു. ഇത് കൊച്ചങ്ങയുടെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ 2 ഹോളും പിന്നെ എൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ഹോൾ ഇതുപോലെ ഇട്ട് കൊടുത്തു. പൂത്തിരി കത്തി തീർന്നിട്ട് ബാക്കി വന്ന് കുറേ കമ്പി വാരിക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 2 ഇങ്ങോട്ട് എടുത്തു. എന്നിട്ട് ഹോൾ ഇട്ടെടുത്തൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം ക്ലേ യൂസ് ചെയ്ത് നമ്മുടെ കാലിൻ്റെ ഭാഗവും കഴുത്തും തലയും ഒക്കെ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണേ. ക്രിസ്മസ് ക്രാഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ ഈ ഒരു പഴയ കൊച്ചങ്ങ കയ്യിൽ കിട്ടിയത്. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്ത് പുൽക്കൂടിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി നമ്മളിതിലേക്ക് വൈറ്റ് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ്. ചുണ്ടിനും കാലിനും യെല്ലോ കളർ കൊടുത്തതിന് ശേഷം ബാക്കി ഫുൾ ബോഡി വൈറ്റ് കൊടുത്തു. ഓൾമോസ്റ്റ് ഒരു കൊക്കിൻ്റെ രൂപമൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബ്ലാക്ക് പെയിൻറ് കൊണ്ട് ഒരു കണ്ണൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചെയ്ത ക്രാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പുൽക്കൂടിൻ്റെ സൈഡിൽ വെച്ച് പോണ്ടിലേക്ക് നമ്മൾ കൊക്കിനെ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പോണ്ടിൽ വെള്ളമൊന്നുമില്ല, വരണ്ട പോണ്ടിൽ നിൽക്കുന്ന ഒരു കൊക്കിനെ സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബായ്.